ആയിട്ടുള്ള ഒരു സെക്ടർ പണിയെടുക്കുന്നതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. അത് ഞങ്ങളുടെ യൂണിയനും ഞങ്ങൾ തൊഴിലാളികളും സംസാരിച്ച് തീർക്കുന്നിടത്ത് സാർ ഇപ്പൊ ഏത് രീതിയിലാണ് ഇവിടെ എൻട്രി ചെയ്തത്, ആര് വിളിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സാർ ഇപ്പൊ സംസാരിക്കുന്ന രീതി അൺഫെയർ ആണ്. അതിന്റെ നിർമ്മാതാവ് കാശ് മുടക്കുന്ന ആളിന് അയാൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഫുൾഫിൽ ഞാൻ തിരിച്ചു പറയാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എല്ലാവരും യൂണിറ്റിലെ ബാക്കി നിങ്ങൾക്ക് തർക്കമുള്ള എല്ലാവരും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വ്യക്തമായ ഒരു പരാതി വെള്ള പേപ്പറിൽ എഴുതണം. നിങ്ങളുടെ നോമിനൽ റോൾ തയ്യാറാക്കണം. എല്ലാവരുടെ പേര്, എത്ര രൂപയ്ക്കുള്ള കുടിശ്ശികയുണ്ട്, അതിനെ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യുക. അതാണ് വേണ്ടത്. ഇത് നേരിട്ട് ഇവിടെ തടസ്സപ്പെടുത്താൻ നിങ്ങൾക്ക് യാതൊരുവിധ പറഞ്ഞു 3 മണിക്കൂർ ഇന്ന് 3 മണിക്കൂർ അത് നമുക്ക് സമ്മതമാണ്. അല്ല അത് ബാക്കി പൈസ ഈ ഞങ്ങളുടെ പാവപ്പെട്ട സാർ കേൾക്കില്ല. ഇത് മെയ് 31 ഷൂട്ടിംഗ് തുടങ്ങുക. വേറെ ഈസ് ICC ലോ ആൻഡ് ഓർഡർ ആണ്. ഈ യൂണിറ്റിൽ എവിടെ ICC? ഒട്ടേക്ക് സാർ ഇവിടെ വരുന്ന കാര്യമില്ലായിരുന്നു. ദിസ് ഇസ് ലോ ആൻഡ് ഓർഡർ. ഞാൻ ഇവിടെ ഗവൺമെന്റ് ബോഡിയുടെ കലാകാര സഹകരണ സംഘത്തിന്റെ സർക്കാരിന്റെ ബോർഡിന്റെ വൈസ് പ്രസിഡന്റാ. വേറെ ഈസ് ICC? സാർ ലോ ആൻഡ് ഓർഡർ പറ. പ്രൊഡ്യൂസർക്ക് ഞങ്ങൾ രേഖാമൂലം മെയിൽ ചെയ്തിട്ടുണ്ട്. ഈ ലൊക്കേഷൻ ICC വേണം, ICC സാധനങ്ങൾ ഇന്നലെ ഞങ്ങൾ സംസാരിച്ച കാര്യം എവിടെ? പ്രശ്നമാകുകയോ അല്ലെങ്കിൽ സമാധാനമായിട്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. സാറ് വന്നതിന് ശേഷമാണ് ഈ സംസാരം വന്നത്. തീരുമാനം സാറ് 15-ാം തീയതി പൈസ എന്നിട്ട് 15-ാം തീയതി ബാക്കി തന്നാൽ മതി, ഒരല്പം അഡ്വാൻസ് ചോദിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് ന്യായക്കേട്? അവര് പറഞ്ഞ ഡേറ്റിന് പൈസ തരാൻ പറ്റില്ല. എന്താണ് കാര്യം? പറഞ്ഞു 3 മണിക്കൂറിന് ഇന്ന് 3 മണിക്കൂർ പൈസ അത് നമുക്ക് ബാക്കി പൈസ ഈ വിശ്വാസമില്ല. ആത്മനിയന്ത്രണമുള്ള ആൾക്കാരുണ്ടാവും. ഇതിൽ ആരെങ്കിലും ഒരാൾ വയലന്റായി പ്രവർത്തിച്ചിരുന്നാൽ പോലും അതിന്റെ കേസ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ എല്ലാവരും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. സോ എല്ലാവരും ഇത്രയും മാസമായിട്ടുള്ള ഒരാൾ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് എൻട്രി ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരാള് ഒരു സ്വഭാവ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഏറ്റവും അതിന്റെ പ്രതിനിധികൾ 2-3 പേര് മാത്രം നിന്ന് സംസാരിച്ചാൽ മതി. ബാക്കിയുള്ളവര് അവരവരുടെ കാര്യങ്ങൾ നോക്കി പിരിഞ്ഞു പോകും. 3 ലക്ഷം രൂപ മാനേജ് എന്താ ബുദ്ധിമുട്ട്? നിങ്ങളുടെ പ്രശ്നം ഇതിന്റെ പ്രൊഡ്യൂസർ ഉണ്ട്. പ്രൊഡ്യൂസർ രംഗത്ത് വരാൻ പറയാം. അയ്യോ ടെക്നീഷ്യനാണ് സാർ, ഡയറക്ടർ. ഞാൻ എഗ്രിമെന്റിലാണ്, ഇയാളാണോ പ്രൊഡ്യൂസർ? അവരെ കയ്യിൽ സപ്പോർട്ട് ചാനൽ സാർ
എക്സ്ക്യൂസ് മീ സർ, മനസ്സിലാക്കി ഇത് അവസ്ഥ ഇത് പ്രൊഫഷണൽ കേസ് ഇവരെ കോൺട്രാക്ട് നിങ്ങളെ നേരത്തെ സംസാരിച്ചിട്ടുള്ള അയാളാണ് ഉത്തരവാദിത്തം ഏറ്റവും കൂടുതൽ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആയിക്കോട്ടെ, ഞങ്ങൾ ഇതിലൊന്നും പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇദ്ദേഹം തന്ന ചെക്കിന്റെ ഡേറ്റിന് ഞങ്ങൾക്ക് ബാക്കി പൈസ കിട്ടണമെന്ന് പറയുന്നത് എന്താണ് സാധ്യത? പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അയാൾ പറഞ്ഞത് അയാൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞാൽ ഇന്ന് ഒരു ദിവസം 3 മണിക്ക് മുമ്പല്ല നമ്മൾ സംസാരിച്ച് 3 മണിക്കൂർ അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു ഡിമാൻഡ് പുള്ളി അംഗീകരിച്ചു. 1 ലക്ഷം രൂപയുടെ കാര്യം പുള്ളി അംഗീകരിച്ചു. പക്ഷെ അതിന് പുള്ളിക്കാരൻ ചോദിക്കുന്ന സാവകാശമാണ് ഒരു 3 ദിവസം ബാക്കിയുള്ള 3,48,500 രൂപയ്ക്ക് വേണ്ടിയിട്ട് 3 ദിവസം അല്ലെങ്കിൽ 15 തീയതി എന്തെന്നുള്ള കമ്പനി അതിന് ചെക്ക് തരാന്ന് പറഞ്ഞു. വേണ്ട, ഒരു കാര്യം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ 15-ാം തീയതി തൊഴിലാളികളുടെ മൊത്തം ബാറ്റ എത്രയാണെന്ന് അത്രയും പൈസ ഡേറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റൂ. സകല പേരുടെ പേയ്മെന്റ് ഈ 15-ാം തീയതി ഡേറ്റ് ഇട്ട് സാർ ബാറ്റ കൊടുക്കാൻ പറ്റും. തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കാൻ റെന്റല്ല സാർ, ദിവസവേതനക്കാരുടെ പൈസയാണ് സാർ. ദിവസവേതനക്കാരുടെ പൈസയാണ് സാർ. ഈ ഡേറ്റ് നിങ്ങൾക്ക് പിന്നെ മാറ്റി ചെക്ക് ചെയ്താൽ എന്താ ഞങ്ങൾ ഡിമാൻഡ് മാറ്റില്ല. ഞങ്ങൾ പറഞ്ഞത് ഇത്രയും പൈസയും ഞങ്ങൾക്ക് ഇന്ന് വേണമെന്ന് ഈ ചെക്ക് ഇങ്ങനെ എഴുതി തരാനുണ്ട്. ഏകപക്ഷീയമായി എന്നെ മാറ്റി അതായത് വിളിച്ചു പറഞ്ഞിട്ട് മാറ്റം പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ യൂണിറ്റ് വെച്ച് ചെയ്യുന്നത് കുഴപ്പമില്ല, വിഷയമൊന്നുമില്ല. അപ്പൊ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്താ 20 ദിവസം 50 ദിവസം കടം കെട്ടി ചെയ്യാൻ പറ്റില്ല. എന്റെ കൂടെ നിൽക്കുന്ന 50 ദിവസം ചെയ്യാൻ പറ്റില്ല. അതൊരു പറയാം. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് ഈ 50 ദിവസം ചെക്കിന്റെ പൈസ തന്നു. അപ്പൊ വേറെ യൂണിറ്റ് വയ്ക്കണം. അപ്പൊ യൂണിറ്റിന് വേറെ വയ്ക്കണമെങ്കിൽ എന്റെ പേയ്മെന്റ് ഞാൻ എന്നെ ഒഴിവാക്കി. അപ്പൊ അത് ചെയ്തില്ല. അവര് പിന്നെ 12 ദിവസം അല്ല ഈ ചെക്ക് എഴുതി നിങ്ങളുടെ കയ്യിൽ തരാനുള്ള സാഹചര്യം തന്നിട്ടില്ല. സാർ അറിയേണ്ട ഒരു കാര്യം, അംഗീകൃതമായിട്ടുള്ള ട്രേഡ് യൂണിയനിൽ സാർ ഒന്ന് തിരക്കി നോക്കും. ഏത് ട്രേഡ് യൂണിയനായാലും സാറിന് വേണമെങ്കിൽ ലേബർ വയ്ക്കാം. ദിവസ വേതനക്കാരെന്ന് പറഞ്ഞാൽ അതാത് ദിവസം പൈസ കൊടുക്കേണ്ട ആൾക്കാരാണ്. സാറിന് വേണമെങ്കിൽ ലീഗലി ലേബറുമായിട്ടോ ആരുമായിട്ടോ ബന്ധപ്പെടാം. ആ ദിവസ വേതനം അതാത് ദിവസം കൊടുക്കാതെ 10 ദിവസം കഴിഞ്ഞ് സാറിന്റെ വീട്ടിൽ ഒരാൾ ജോലിക്ക് വന്നു ഉണ്ട്. ഞങ്ങൾ റെയിൽവേ സംഘടനയാണുണ്ടോ എന്തോ അതെ ഞങ്ങളിവിടെ ഇപ്പൊ സാറ് വന്നപ്പോഴാണ് ഏകപക്ഷീയമായി സംസാരിച്ചില്ല. അന്ന് ഞാനും കൂടെ ചേർന്നിട്ട് ഹാപ്പി എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കി. ഞാൻ എൻ്റെ കൂടെ ഒരു 3 പേരും കൂടെ. അപ്പോൾ സി കേരളം ചാനലിന് വേണ്ടിയിട്ട് സുധാമണി സൂപ്പറാണെന്നൊരു സീരിയലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ സീരിയൽ ഇപ്പോൾ തുടങ്ങിയതോടെ 25 എപ്പിസോഡാകാൻ പോകുന്നത് സാർ. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പിന്നെ 1-2 ഷെഡ്യൂൾ പോയതിനു ശേഷം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് ലൈറ്റ് യൂണിറ്റ് ടീമിനെ
നമ്മളുടെ കമ്പനിക്ക് ഫേവറായിട്ടും നമ്മുടെ വർക്കിന് ഫേവറായിട്ടും പല രീതിയിൽ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവരോട് ഈ പറഞ്ഞ ഒരു പാക്കേജിനകത്ത് ഇത് താന്ന് വർക്ക് ചെയ്യണം എന്നുള്ള ലെവലിലേക്ക് സംസാരിച്ചു. അപ്പോൾ അവർക്ക് അത് സമ്മതമല്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് വർക്ക് ചെയ്തോ എന്ന് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞു. അതുപ്രകാരം ഇവരെ ഈ മാസം 3-ാം തീയതി ഈ പറയുന്നതിൻ്റെ കൂട്ട് അവർക്ക് അതുവരെയുള്ള എമൗണ്ട് എല്ലാം എഴുതി സെറ്റിൽ ചെയ്തു. സെറ്റിൽ ചെയ്ത് ചെക്ക് കൊടുത്തു. ഈ ചെക്ക് അവർ കൈപ്പറ്റാതെ പോയതിനു ശേഷം ഈ ഫെഫ്ക എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, പുതിയതായിട്ട് രൂപീകൃതമായ സംഘടന. അപ്പോൾ അതിൻ്റെ ബേസിസിൽ അതിൻ്റെ ഇതിൽ ഇവർ പിന്നെ 15-ാം തീയതി പറ്റില്ല. നമ്മൾ 3-ാം തീയതി ഈ ചെക്ക് കൊടുക്കുമ്പോൾ 15-ാം തീയതിയിലേക്ക് 10-15 ദിവസം കൊടുക്കും, മനസ്സിലായി. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്കൊരു 4,42,500 രൂപയാണ് കൊടുക്കേണ്ടത്. അതിന് പക്ക നമ്മളൊരു ചെക്ക് കൊടുക്കും. ചെക്ക് കൊടുത്തിട്ട് അവർക്ക് 15-ാം തീയതിക്ക് മുമ്പ് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വാസ്തവവിരുദ്ധമായ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ലെറ്ററൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ കൊടുത്തിട്ട് പോയി. ഇന്ന് വരെ ഞാനിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10